ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു കാസ്കേഡ് ടൈപ്പ് ക്ലോസറ്റിന് നമുക്ക് ഫ്ലോട്ട് ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഫ്ലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ടാങ്കിനകത്ത് വരുന്ന ഒരു സെക്ഷനാണ്. നമ്മൾ വാട്ടർ കംപ്ലീറ്റ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പർ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഫ്ലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനകത്ത് പെർഫെക്റ്റായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. കാരണം ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മാറ്റണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, സെറയുടെ ക്ലെയർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 10-15 years ആയി ക്ലോസറ്റ്. അപ്പോൾ അതിൻ്റെ പുതിയ ഞാനൊരു ഫ്ലോട്ട് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 420 rupees വന്നേക്കണേ. സെറയുടെ തന്നെയാണ്. ഓക്കെ, ഇൻലെറ്റ് വാൾവാണിത്. ഇതാണ് ഫ്ലോട്ട് വരുന്നത്. നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ എൻ്റെ വന്നേക്കണ ടാപ്പ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടാങ്ക് ഓപ്പൺ ചെയ്യാം. ടാങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇത് ടോപ്പിലേക്ക് വലിക്കുക. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് സംഭവം ഫ്ലഷ് ആവും. ഫ്ലഷ് ആയതിന് ശേഷം ഇത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒരു സ്ക്രൂ പോലെയാണ്, നമുക്ക് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പ് നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാറ്റേണ്ട സെക്ഷൻ വരുന്നത്. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റണമെന്ന് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴെ എൻ്റെ സെക്ഷനിൽ നിന്ന് വാട്ടർ ഫില്ലായി കഴിയുമ്പോഴത്തേക്കും ഇത് ഫ്ലോട്ട് ടോപ്പിലേക്ക് വരും. ടോപ്പിലേക്ക് ആകുമ്പോഴത്തേക്കും വെള്ളം സ്റ്റോപ്പ് ആവണം. ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ഫുള്ളായതിന് ശേഷവും ഇതിനകത്ത് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിൻ്റെ സെക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ ടാപ്പിൻ്റെ കണക്ഷനുണ്ട്. ഓക്കെ, ഇതിൻ്റെ താഴെ നമ്മുടെ ടാപ്പ് വന്നേക്കുന്ന ഒരു സെക്ഷനുണ്ട്. ഈ ഒരു സെക്ഷനാണ്. ഓക്കെ, അത് നമ്മൾ ലെഫ്റ്റിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ലെഫ്റ്റിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടോ, ഇതേപോലെ അത് റിമൂവ് ചെയ്യുക. അപ്പോൾ ടാപ്പിൽ നിന്ന് വന്നേക്കുന്ന വാട്ടറാണ്. നമ്മളിവിടെ ക്ലോസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ക്ലോസ് ചെയ്യാതെ നിങ്ങൾ ചെയ്ത്, കാരണം വാട്ടർ വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ആ താഴത്തെ സെക്ഷൻ ഊരിയെടുക്കാൻ നമുക്കൊരു പൈപ്പ് റേഞ്ച് വേണ്ടി വരും. കാരണം ഈ പൈപ്പ് റേഞ്ച് വെച്ചിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂ അഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പൈപ്പ് റേഞ്ച് ഇവിടെ ഒരു നട്ടുണ്ട്. നമുക്ക് ആ നട്ടിലേക്ക് വച്ചിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക. ഓക്കെ, കറക്റ്റ് ടേൺ ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് 5-6 പ്രാവശ്യം ടേൺ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇത് ലൂസാവുന്നുണ്ട്. പിന്നെ നമുക്ക് കൈ വച്ച് ട്വിസ്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ടാങ്കിൽ കിടക്കാനുള്ള വെള്ളം പുറത്തേക്ക് വരുന്നതാണ്, പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, നമ്മൾ എടുത്തു കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഒരു വാഷർ ഉണ്ടാവും. ആ വാഷറും കൂടി റിമൂവ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് റബ്ബറിൻ്റെ വാഷറാണ്. ഇനി ഇപ്പോൾ ഈ 2 സാധനങ്ങൾ നമ്മൾ റിമൂവ് ചെയ്തു. ഇതാണ് നമ്മുടെ നെട്ട് വരുന്നത്, ഈ നട്ടും വാഷറും. ഇനി ഇതേപോലെ തന്നെ നമുക്കിനിപ്പോൾ ടോപ്പിലെ സെക്ഷൻ അപ്പോഴത്തേക്കും ലൂസായി കാണും. ടോപ്പിലെ സെക്ഷനും മുകളിലേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു റബ്ബർ വാഷറുണ്ട്, താഴെ ഒരു റബ്ബർ വാഷറുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഓക്കെ, ഇത് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ലീക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണിത് ചേഞ്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ പഴയതാണ്, അധികകാലമൊന്നും ആയിട്ടില്ല ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. ഇനി നമുക്ക് പുതിയതൊന്ന് സെറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയത് മേടിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു വാഷ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ആദ്യം ടോപ്പിലെ സെക്ഷനിൽ നമുക്ക് ഫ്ലോട്ട് ഫിക്സ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് താഴത്തെ വാഷർ ഇട്ട് ഫിക്സ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ വരുന്നത്. പിന്നെ അകത്ത് വാട്ടർ കയറുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലോട്ട് ഇവിടെ വയ്ക്കുമ്പോഴത്തേക്കും ഫ്ലോട്ട് ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും വാട്ടർ സ്റ്റോപ്പ് ആവും. ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്. ഇപ്പോൾ ഇതാണ് നമുക്ക് ഫ്ലോട്ട് വരുന്നത്. ഇത് നമ്മൾ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിലേക്ക് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ഗ്യാപ്പ് നോക്കുക. കറക്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് പൊസിഷനിൽ ഇരുന്നോളും. കണ്ടോ? അപ്പോൾ ഇവിടെ വാട്ടർ നിറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആവും. ഓക്കെ, ഇനി നമുക്ക് ടാങ്കിനകത്തേക്ക് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം. ഓക്കെ, ടാങ്കിനകത്തേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിനകത്ത് 2 വാഷറുണ്ട്. ഞാൻ ആ പുതിയ നിങ്ങളുടെ പിക്ചർ കാണിച്ചിരുന്ന ഒരു വാഷർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. താഴത്തെ നട്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു വാഷർ നമുക്ക് ടോപ്പിൻ്റെ ഏരിയയും മറ്റേ താഴത്തെ വാഷറും നട്ടും കൂടി ക്ലോസറ്റിൻ്റെ പുറത്ത് വരും, ടാങ്കിൻ്റെ ബോട്ടം എൻഡിൽ വരും. ഓക്കെ, ഇനി നമുക്കിതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇത് നിങ്ങൾക്ക് അവിടെ ഒരു ഹോൾ കാണാൻ പറ്റും. ആ ഒരു ഹോളിലാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ഓക്കെ, ആ സെയിം സെക്ഷനിലേക്ക് തന്നെ ഞാനിത് ഇറക്കി വയ്ക്കുകയാണ്. ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഓക്കെ, വച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ സെക്ഷനിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ സെക്ഷൻ താഴത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് താഴെ ടൈറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സെക്ഷൻ വരുന്നത്, നമ്മുടെ ടോപ്പിൽ നിന്ന് വന്നേക്കണേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വാഷർ ഇടുക. ഓക്കെ, വാഷർ മാക്സിമം നമ്മൾ കയറ്റിയിടണം. വാഷർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി, കയറി പൊക്കോളും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാക്സിമം എഡ്ജിലേക്ക് വരണം. ഓക്കെ, മാക്സിമം എഡ്ജിലേക്ക് വന്നതിന് ശേഷം മാത്രം നമ്മുടെ നട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, വാഷർ കറക്റ്റായിട്ട് എഡ്ജിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നമ്മുടെ നട്ടിടാം. നമ്മൾ ടോപ്പിൽ നമ്മൾ റബ്ബർ ബുഷ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ നട്ടിടാം. ഓക്കെ, അത് ടോപ്പിലെ സംഭവം പിടിച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പ് റേഞ്ചും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ടൈറ്റ് ചെയ്യാം. ഓസ് ഫിക്സ് ചെയ്യുക. ഓസ് ഇതേപോലെ തന്നെ നമ്മൾ ഊരിയെടുത്ത പോലെ തന്നെ ഇതിനകത്തേക്ക് വച്ചിട്ട് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ക്രൂവിൻ്റെ അകത്തേക്ക് കയറിപ്പോക്കോളും. ഇപ്പം നമ്മുടെ ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടാപ്പ് ഓൺ ചെയ്യാം. ഓക്കെ, ടാപ്പ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ വെള്ളം വരുന്നുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർ ലെവൽ ഇൻക്രീസ് ആവണമെന്ന് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ട അറിയാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫ്ലോട്ടും ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഫ്ലോട്ട് ഏറ്റവും ടോപ്പിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫ്ലോ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഫ്ലോ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ കണക്ട് ചെയ്യണം. ഇതേപോലെ നമുക്ക് ഫ്ലഷ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടോപ്പിലേക്ക് കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ പോകുന്നുണ്ട്. പിന്നെയും ഇതേപോലെ തന്നെ വാട്ടർ ഫില്ലാവുന്നുണ്ട്. വാട്ടർ ഫില്ലായിട്ട് ഇതേപോലെ തന്നെ ഫ്ലോട്ട് ടോപ്പിലേക്ക് ആവും. ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലോട്ട് താഴേക്കാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു സെറാ ക്ലെയറിൻ്റെ ക്ലോസറ്റിന് ഫ്ലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടോപ്പിലെ കവർ ഇട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതാകുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ അതിൻ്റെ ടോപ്പ് എടുക്കുക. ടോപ്പ് എടുത്തതിന് ശേഷം ഈ സെക്ഷനിലേക്ക് ഇടുക. ഓക്കെ, അത് ക്ലോസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫ്ലഷ്, ഒരു പ്രാവശ്യം കൂടി ഫ്ലഷ് അടിക്കും, പ്രോബ്ലം ഇല്ല. ഇത് പിടിച്ച് കഴിഞ്ഞിട്ട് ഇത് സ്ക്രൂ ആണ്, ഇത് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലോട്ട് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചേഞ്ച് ചെയ്തത്.
ഓക്കെ, ഇത് നമുക്ക് തന്നെ ഫ്ലോട്ട് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. സെറ ക്ലെയർ എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, ആ പർട്ടിക്കുലർ മോഡലിൻ്റെ തന്നെ നിങ്ങൾക്ക് സെറയുടെ ഡീലേഴ്സ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇതേപോലെ ബാക്കിയെല്ലാം ഫ്ലോട്ട് തന്നെ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.